നമസ്കാരം. ഞാൻ പവിത്ര ഉണ്ണി, കൂട്ടക്ഷരങ്ങളുടെ എഡിറ്ററാണ്. പുസ്തകപ്രേമി എന്ന ഈ സെഗ്മെന്റിൽ ഞാൻ വായിച്ചിഷ്ടപ്പെട്ടിട്ടുള്ള കുറച്ച് പുസ്തകങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് വളരെ പഴയ ഒരു നോവലാണ്. ഇത് ഞാൻ പണ്ടും വായിച്ചിട്ടുണ്ട്, പക്ഷെ ഇപ്പോൾ ഈ അടുത്ത് ഞാൻ വീണ്ടും അത് വാങ്ങിച്ച് വായിച്ചു. ഒരു കുടയും കുഞ്ഞുപെങ്ങളും. മുട്ടത്ത് വർക്കിയുടെ മനോഹരമായ ഒരു ആങ്ങള പെങ്ങൾ ബന്ധം ബേസ് ചെയ്തിട്ടുള്ള ഒരു നോവലാണ്. വളരെ പഴയ ഒരു കഥയായതുകൊണ്ട് തന്നെ അതിൻ്റെ കഥാപരിസരവും അതിൻ്റെ രീതികളും ഭാഷയും എല്ലാം വളരെ വ്യത്യസ്തമാണ്. മുട്ടത്ത് വർക്കിയെക്കുറിച്ച് ഞാൻ പറയാൻ ആളല്ല, എങ്കിലും ഞാൻ വായിക്കാം. 1917 ഏപ്രിൽ 18 ചങ്ങനാശ്ശേരിക്കടുത്തുള്ള ചെത്തിപ്പുഴയിൽ ജനിച്ചു. പിതാവ് വാസ്തുശില്പ വിദഗ്ധനും ഫിഡിലിസ്റ്റുമായിരുന്ന മത്തായി, മാതാവ് അന്നമ്മ. SB കോളേജിൽ പഠിച്ച് സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദം നേടി. തുടർന്ന് SP ഹൈസ്കൂളിലും MP പോൾസ് ട്യൂട്ടോറിയലിലും അധ്യാപകനായി പ്രവർത്തിച്ചു. 1948 ദീപിക പത്രത്തിന്റെ സഹപത്രാധിപരായി 26 വർഷം ആ ജോലിയിൽ തുടർന്നു. 69 നോവലുകൾ രചിച്ചു. അവയിൽ 31 രചനകൾ ചലച്ചിത്രങ്ങളായി. കൂടാതെ 10 നാടകങ്ങളും 14 ചെറുകഥാ സമാഹാരങ്ങളും 2 കവിതാ സമാഹാരങ്ങളും ഡോക്ടർ ഷിവാഗോ, അക്ബർ എന്നിവരുടേതടക്കം 12 വിവർത്തന കൃതികളും ഉൾപ്പെടെ 43 ഗ്രന്ഥങ്ങൾ വേറെയും രചിച്ചു. കേരള സാഹിത്യ അക്കാദമി, കേരള കലാമണ്ഡലം എന്നിവയുടെ ജനറൽ കൗൺസിൽ അംഗമായിരുന്നു. സംസ്കൃതം, തമിഴ് എന്നീ ഭാഷകളിൽ വ്യുൽപ്പത്തി നേടിയിരുന്നു. 1989 മെയ് 28 അന്തരിച്ചു. മുട്ടത്ത് വർക്കിയുടെ ഒരു ബാലസാഹിത്യ കൃതിയാണ് ഒരു കുടയും കുഞ്ഞുപെങ്ങളും. ഇത് 67ാം പതിപ്പാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. DC മാമ്പഴം സീരീസിലാണ് ഈ പുസ്തകം ഇറക്കിയിരിക്കുന്നത്. അപ്പം ഞാനിതിലൊരു ഭാഗം വായിക്കാം. പച്ച വിരിച്ച കുന്നിൻ ചെരുവിൽ കുരാലിപ്പശുവിന്റെ കണ്ണൻ കിടാവ് കൂത്താടിയപ്പോൾ അതിന്റെ കഴുത്തിലെ മണി കിലുങ്ങി. നെറ്റിയിൽ വെള്ളപ്പൊട്ടുള്ള കൊഴുകൊഴുത്ത ഇളംകറമ്പൻ. ബേബിക്ക് അവനെ വലിയ ഇഷ്ടമാണ്. ഇളം കറുകപ്പുല്ലുകളുടെ കിളുന്നിലകൾ അവൻ കണ്ണൻ കിടാവിന് പലഹാരമായി കൊടുക്കാറുണ്ട്. കുന്നിൻ മുകളിലെ വട്ടമരത്തിന്റെ തണലിലിരുന്നു കൊണ്ട് അവൻ കണ്ണന്റെ കൂത്താട്ടം കണ്ടു. അവൻ കുരാലിപ്പശുവിന്റെ മെയ്യോട് ചേർന്ന് നിന്ന് വാലാട്ടിക്കൊണ്ട് മുലകുടിക്കുന്നതും പശു അതിന്റെ കുട്ടിയെ നക്കിക്കുളിപ്പിക്കുന്നതും പശുവിന്റെ മുതുകത്തൊരു കൊച്ചുകുരുവി ഇരുന്ന് കാറ്റുകൊള്ളുന്നതും അവൻ കണ്ടു. മണികിലുക്കവും കേട്ടു. സ്വർണ്ണക്കുരുവിയെ അവൻ ഓർത്തു. അങ്ങ് ദൂരെയുള്ള പട്ടണവും. അതിപ്പോൾ ഏതു ദിക്കിലാണെന്ന് അവനൊരു ലക്കും തിട്ടവുമില്ല. കമ്പോളത്തെരുവും ശീലക്കുടകൾ വിൽക്കുന്ന കടയും താൻ ആർത്തിയോടെ കണ്ടുവച്ച കുടയും വഴിവിളക്കിന്റെ അരണ്ട വെളിച്ചവും അവന്റെ കയ്യിൽ കിടന്നു പിടച്ച നോട്ടുകളും കിലുങ്ങിയ നാണയത്തുട്ടുകളും അങ്ങങ്ങു ദൂരെയുള്ള അവന്റെ ഗ്രാമവും പൂമംഗലത്തുകാരുടെ മേടയും അതിനടുത്തുള്ള ചെറ്റക്കുടിലും കോപം പൂണ്ട പേരമ്മയുടെ പേടിപ്പെടുത്തുന്ന മുഖവും കണ്ണീരണിഞ്ഞ കണ്ണുകളോടുകൂടി ഈറനായി പള്ളിക്കൂടം തിണ്ണയിൽ നിന്ന് ഏങ്ങി കരയുന്ന കുഞ്ഞു പെങ്ങളും അവന്റെ മനസ്സിൽ കൂടി കടന്നുപോയി. മാസങ്ങളായി അവളെ കണ്ടിട്ട്. അവളെ കാവൽമാലാക കാത്തുകൊള്ളും. ഒരു കൊച്ചു കുടയുമായിട്ടല്ലാതെ അവളെ ഇനി കാണുകയില്ല, അത് തീർച്ച തന്നെ, എത്ര കൊല്ലങ്ങൾ കഴിഞ്ഞാലും. പക്ഷേ എവിടെ നിന്ന് കിട്ടും കുട? ആകാശത്തു നിന്ന് ദൈവം അവനൊരു കുട താഴോട്ട് എറിഞ്ഞു കൊടുത്താൽ? ദൈവം കരുണയുള്ളവനാണെന്നും അത്ഭുതം പ്രവർത്തിക്കുന്നവനാണെന്നും അവൻ കേട്ടിട്ടുണ്ട്. നിനച്ചറിയാത്ത നേരത്തായിരിക്കും അത്ഭുതം സംഭവിക്കുന്നത്. ആർക്കറിയാം? വട്ടമരത്തിന്റെ ഇലച്ചില്ലുകളുടെ ഇടയിൽ കൂടി അവൻ മുകളിലേക്ക് നോക്കി. നീലാകാശം കണ്ടു. ആകാശത്തിൽ വെള്ളപ്പട്ടിന്റെ കഷ്ണങ്ങൾ മാതിരി കുഞ്ഞു കുഞ്ഞു മേഘങ്ങൾ ഒഴുകി നടക്കുന്നത് കണ്ടു. ഒരു ചക്കിപ്പരുന്തിനെ 2 കാക്കത്തമ്പുരാട്ടികൾ ആകാശത്തിലൂടെ വേട്ടയാടുന്നതും കണ്ടു. ഒരുപാട് പേര് വായിച്ചിട്ടുണ്ടാവും ഈ നോവൽ. വായിച്ചവരുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. മുട്ടത്ത് വർക്കിയുടെ മറ്റ് ഇഷ്ടപ്പെട്ട നോവലുകളെ കുറിച്ചും കമന്റിൽ പറയുക. നിങ്ങൾ ഈ പുസ്തകം വായിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പുസ്തകം വാങ്ങിക്കാനുള്ള ലിങ്ക് ഞാൻ കമന്റിൽ കൊടുത്തേക്കാം. അപ്പോൾ പുസ്തകപ്രേമിയിൽ മറ്റൊരു ബുക്കുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.